ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പറയും നമ്മൾ എങ്ങോട്ടാ പോണേ? കോഴിക്കോട് പോവുകയാണ് ഗൈസ്. അതെ, കോഴിക്കോട് പോവാണ്. ഞങ്ങൾ ട്രെയിനിനൊക്കെ പോകണം. രാവിലെ 8:40 ട്രെയിൻ, 8:40 ട്രെയിൻ എന്നൊക്കെ പറഞ്ഞേ ഞാൻ ഉറങ്ങിപ്പോയി. എന്നും ഉണ്ടാവുന്ന പോലെ തന്നെ ഞാൻ ലേറ്റായി. ഞാൻ 9 മണിക്ക് നീത് വിളിച്ചിട്ട് ചോദിച്ച് എവിടെ എത്തിയത്. ഞാൻ നീച്ചിങ്ങാണ്ട് അലോ നയിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി. ഇപ്പം ദാ ബസ്സിന് പോവാന്നുള്ള ഒരു നിഗമനത്തിലെത്തി. ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി ബസ് എടുത്തിട്ടില്ല. ഇനി എന്താണ് പിന്നെ എന്താ പരിപാടി? ലുലുക്ക് പോവല്ലേ? ലുലുക്ക് പോവാണ് ഗൈസ്. അവിടെ പോയിട്ട് നമ്മളെ ചേച്ചി അവിടെ ഉണ്ട്. അപ്പോൾ ചേച്ചിനെ ഒന്ന് കാണണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനും അതിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താ, അതൊക്കെ തന്നെ. നല്ല മഴയാണ് ഗൈസ് ഇവിടെ. ഇറങ്ങിയിട്ട് മഴ ഇല്ലാതിരുന്നാൽ മതി. ഇനി എന്തെങ്കിലും നീതിന് പറയാനുണ്ടോ? നീതു? ഇല്ല, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. ബസ്സിലിരുന്നിരുന്നിരുന്ന് പണ്ടറടങ്ങി. റോഡ് പണിയായ കാരണം ചുറ്റി വളഞ്ഞിട്ടാ പോകുന്നത്. എവിടെ തീരോ എവിടോ എത്തി. നീതു ലൊക്കേഷൻ നോക്കിയിരിക്കാൻ. എത്തിയാലും ഇറങ്ങാലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങും ഞങ്ങൾ. എന്തായാലും എത്താനായിട്ടുണ്ട്, ഇറങ്ങാനായി തുടങ്ങി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി. ഇതാ നീതുവിൻ്റെ ചേച്ചിയുടെ ഹോസ്റ്റലിലോട്ട് പോവാം. അവിടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീണ്ടും ലുലുവിലേക്ക് പോകും. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കുറച്ച് ചുറ്റിക്കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് എന്നിട്ട് പിന്നെ എങ്ങോട്ടെങ്കിലും പോകണ്ട. എന്നിട്ട് വേറെ എവിടേക്കും പോണി അത്ര. എന്നിട്ട് നേരെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകും. ചെറിയൊരു കോഴിക്കോട് വിസിറ്റാണ്, കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെന്താ, മഴയാണ് ഗൈസ്. അത് കാരണം കുടയിൽ കണ്ടോ, കുടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കൈമിലൊക്കെ ഫുൾ വെള്ളം ഇറ്റുന്നുണ്ട്. പിന്നെന്താ നീതു? ചോദിച്ചാല് നീതുവിനൊന്നും പറയാനില്ല. എന്താ ചെയ്യാ? ഇന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയ ദിവസം ഫുള്ള് മഴ. രാവിലെ മുതൽ ഈ നേരം വരെ മഴ നിന്നിട്ടില്ല. എവിടേക്കെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം ഉണ്ടാവും. ഇന്നലൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല മഴ. എല്ലായിടത്തും മഴ ഉണ്ട് തോന്നുന്നു. എറണാകുളത്തൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഹോസ്റ്റലിലോട്ടൊക്കെ പോയി അവിടെ എത്തിയിട്ട് നേരെ ലുലുവിലോട്ട് പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ ഓക്കെ. ഞങ്ങൾ കാലിക്കറ്റ് ലുലുവിലോട്ട് എത്തിയിരിക്കുന്നു. കണ്ടോ, വലിയൊരു മാവേലി. കുമ്പപ്പള്ളം ഉണ്ടോ ഇവിടെയൊക്കെ ഫുൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ആനയുണ്ട്, മാവേലി കൊണ്ട്. കണ്ടോ, ഏതാ ഐറ്റം. ലുലുവിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നീതു ഇവിടെ കൊട എടുത്ത് വെക്കാണ്. നല്ല മഴയായിരുന്നു, അത് കാരണം ഞാൻ ലുലുവിലോട്ട് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് വന്നായിരുന്നു ഇവിടേക്ക്. ആ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തായിരുന്നു, പക്ഷേ എനിക്കിവിടെ കയറാൻ പറ്റില്ല. അപ്പോഴാണ് എൻ്റെ കോഴ്സിനൊക്കെ ഞാൻ ജോയിൻ ചെയ്തത്. അത് കാരണം എനിക്കിവിടെ കയറാൻ പറ്റില്ല. സാരമില്ല. അപ്പോൾ ലുലുവിലോട്ട് പോയിട്ട് നമ്മൾക്ക് കാണാം. ഓക്കെ. അയ്യോ സോൺ, ഞങ്ങൾ ലുലുവിൻ്റെ അകത്തോട്ട് കയറി. എൻട്രൻസിലോട്ട് അവിടെ ഉണ്ടോ പൂക്കളം. ഇത് ഇവിടെ മറ്റേതിന് കിട്ടിയതാണ്, നറുക്കെടുത്തിട്ട് കൊടുക്കാനുള്ള. ഇവിടെ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ ഗായ്സെന്നും പറയാൻ വരുന്നുണ്ട്. ഞങ്ങളിവിടെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാണ് ഗായ്സ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ലല്ലേ, വലിയ തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. ഇത് ഇട്ടതല്ലല്ലോ, ആടി വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ടതല്ലേ പൂവ്. ഇതിലേതാണ് ഗൈസ് ഭംഗി? കമൻറ്റ് ചെയ്യുക. ഓരോരോ കോഡുണ്ട്. 1 അതോ CLTയോ ആടി കാലിക്കറ്റ് എന്നാവും അതിൻ്റെ. അത് കാലിക്കറ്റ് 1, 3, 2 അങ്ങനെയൊക്കെ.
നിനക്ക് ഏത് ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഈ 2 ഇഷ്ടപ്പെട്ടു. 2 ആ നീതുവിന് 2 ഇഷ്ടപ്പെട്ടു. നിനക്ക് ഏത് ഇഷ്ടപ്പെട്ടു? എനിക്ക് 5 ഇഷ്ടപ്പെട്ടു. 5 എനിക്ക് ഭംഗിയായി. 5ഉം 8ഉം 8 ആ 8ഉം കുഴപ്പമില്ല. രസമുണ്ടല്ലേ? ഇതൊക്കെ ഇഷ്ടമായി. നമ്മളെ എവിടെ പോയാലുള്ള മെയിൻ ഒരു സാധനമാണ് ഡ്രസ്സിൻ്റെ കാര്യം. അതിലോട്ട് കയറാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ ഉണ്ട് കയറാം. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. എനിക്ക് ഇന്നാളെ ഇവിടെ വന്ന സമയത്ത് ഒരു ഗൈസ് ഓരോന്ന് കാണുമ്പോൾ എടുക്കാനാ തോന്നുന്നു. അതെ, പക്ഷെ ഒന്നും നടക്കില്ലല്ലോ. പൈസ ഒക്കെ ആവട്ടെ, എന്നിട്ട് വേണം നീതുവിന് എനിക്കൊക്കെ ഒരു വരെ വരെ അല്ല നീതു തരും സെറ്റായിട്ടെ. നമുക്ക് ഔട്ട്ഫിറ്റ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കിയിരുന്നു. മെയിനും മിറർ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ വെറുതെ എടുക്കൊന്നുമില്ല, എന്നാലും വെറുതെ. അതെ, നമുക്ക് പിന്നെ ഡ്രസ്സ് ഒരു വീക്ക്നെസ് ആണല്ലോ. അത് കാരണം കയ്യിലൊക്കെ ക്യാഷൊക്കെ വരട്ടെ, എന്നിട്ട് ഞാനും നീതൊക്കെ ഒരു ഇറക്കറിഞ്ഞിട്ടുണ്ട്. സ്റ്റുഡിയോ മൊത്തത്തിലാണ്ട് എഴുതി മേടിക്കും. അല്ല ഇൻഷാല്ല ഒക്കെ സെറ്റാവും. അതെ, വൺ ഡേ അങ്ങനെയാണല്ലോ, എല്ലാം റെഡിയാവും. ഇനി പക്ഷെ എനിക്കങ്ങനെ ഒന്നും കണ്ണി പിടിച്ചിട്ടില്ല കേട്ടോ. അന്നാളെ വന്നപ്പോൾ എനിക്ക് ഒരു സാധനം നല്ല ഇഷ്ടമായിരുന്നു. ആ സാധനം അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ബ്ലാക്കും വൈറ്റും, ഈ 2 സാധനത്തിനൊക്കെ എൻ്റെ അടുത്ത് ഫുള്ള് ബ്ലാക്കും വൈറ്റായിട്ടുള്ളൂ. കണ്ണി പിടിക്കാത്ത ഭാഗ്യം. അല്ലാന്നുണ്ടെങ്കിൽ അത് എടുത്തില്ലെങ്കിൽ എനിക്ക് സങ്കടം കൊണ്ട് സങ്കടം. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇതൊന്നും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കയ്യിൽ സത്യം പറഞ്ഞാൽ പൈസ ഒന്നുമില്ല. പിന്നെന്താ പറയുക, കണ്ണിൽ പിടിച്ചൊരു സാധനം ഇവിടെ ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് അടിച്ചേനെ. അതെടുത്തിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഗൈസ്. വീണ്ടും വന്ന് എൻ്റെ വയൽ ഗൈസ് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അതെപ്പോഴും വരും. അതാണ് ഞാൻ മാക്സിമം മാറ്റാൻ ശ്രമിക്കട്ടെ. അപ്പം നമുക്ക് നെക്സ്റ്റ് എവിടേക്ക് പോവാം? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. പിന്നെ എറണാകുളം പോയിട്ട് അവിടെ നിന്ന് സെറ്റായതാണ്. നല്ല പേടിയാണ്. പിന്നെ നമ്മൾ ഇതിലങ്ങോട്ട് എക്സ്പേർട്ടായി. അതാണ് നമ്മൾ ഫുഡ് സെക്ഷനിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾ ഗെയിമിംഗ് സെക്ഷനിലോട്ട് വന്നതാണ്. കണ്ടു നടക്കാം എല്ലായിടത്തും. അല്ലാതെ ഒന്നും പ്രയോജനമില്ല. ഇതിന് മുന്നേ ഇതാക്കിയിട്ടുണ്ടോ? ഞാനും ആക്കിയിട്ടില്ല. കൊള്ളാല്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് സംഭവം വരണ്ടേ? എന്നിട്ട് ഞാൻ ഈ സെക്ഷനിലോട്ടൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയാണ് സംഭവം? അത് എറിഞ്ഞ് വീഴ്ത്തടി ഫുള്ള്. ഇങ്ങോട്ടുണ്ടോ? കിഡ്സുണ്ട് മാളിൽ തട്ടിക്കൊണ്ടിരിക്കുക. ഇതിലൊന്നും കേറാൻ പറ്റാത്തതിലൊരു സങ്കടം. ഇവിടെ ഇരിക്കാം. ഗൈസ് കണ്ടോ? പിസ്സ. ഇതെന്തേനാടി ഈ സാധനത്തിന് പേര്? പ്രാവശ്യം കൂട്ടോ? ഒന്നിന്റെ വലിയ കടയിൽ ഓർഡർ. അപ്പൊ കഴിച്ചിട്ട് വരാം. ഏതോ നല്ല ചെയ്ത് ശീലം.
ഗൈസ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ്. നല്ല പുളിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പുളിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ പിസ്സ കഴിക്കട്ടെ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ടല്ല. മഴയുണ്ട്. എന്താ നീതു ഫുഡിനെ പറ്റിയിട്ട് അഭിപ്രായം? അടിപൊളിയാണ്. ഇത് ലേശം പുളി ഉണ്ടെങ്കിൽ പോലും രസമുണ്ട്. ഞങ്ങൾ ലുലുന്ന് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, നേരെ പുറത്തോട്ട് പോവാം. ഞാനതിൻ്റെ ഉള്ളിലേക്കോ. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ പുറത്ത് കടന്നു. ഇനി ബസ് കയറും. ബസ് ഇവിടുന്ന് കയറാം. അയ്യോ, ഇനി ഇവിടെ നിന്ന് ബസ് കയറുന്നു, തിരൂരിലോട്ട് പോകുന്നു. അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു, നീതുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ഇതെന്താണെന്ന് തോന്നുന്നു, മൊത്തത്തിലൊരു ന്യൂ ആയി മാറി. അപ്പം അങ്ങനെ പോവുകയാണ്. എന്താണ് ഞാനതിനെ കുറിച്ചൊന്നും ചോദിക്കണില്ല. എന്തായാലും പറയാൻ പറഞ്ഞാൽ നീതുക്കൊന്നും പറയാണ്ടാവില്ല. നീതു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴും മഴ മാറിയിട്ടില്ല. എപ്പോൾ തുടങ്ങിയതാണെന്ന് അറിയാം, രാവിലെ എണീച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ മഴ. ഇതുവരെ അതിനൊരു മോചനമില്ല. ഇനിയെങ്കിലും മാറിയാൽ മതി. കാക്ക ചിരിച്ചി. അപ്പോൾ ഞങ്ങളിന്ന് കോഴിക്കോട് മൊത്തത്തിലൊന്നും കറങ്ങിയിട്ട് രണ്ടാമത്തെ വട്ടം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് വട്ടം എടുത്തത് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് സംഭവം ഓണാക്കാൻ മറന്നുപോയി, അതുണ്ടായത്. അപ്പോൾ ആ ഫ്ലോ നഷ്ടപ്പെട്ടോണ്ട് തന്നെ ആ ഒരു ഇതുണ്ട് വരണില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ലുലുവിലൊക്കെ ഒന്ന് വന്നു, ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഇവിടെ ചേച്ചിനെ കാണാനാണ് മെയിനായിട്ട് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിപ്പോൾ വീട്ടിലോട്ട് തിരിക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയൊരു വ്ളോഗാണ്. ഞങ്ങൾ ലുലുവിലോട്ട് വരുന്നതും അവിടുന്ന് ചെറിയ ഫുഡ് കഴിക്കുന്നതിൻ്റെ പിന്നെ തെണ്ടി നടക്കുന്നതിൻ്റെ ഒക്കെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കാം. പിന്നെന്താ, നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കി, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ചലഞ്ച് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യും, നമുക്ക് അങ്ങനെ നോക്കാം. എനിക്കൊന്നും കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്, പിന്നെ സപ്പോർട്ടാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി ബാക്കിയൊന്നും എടുക്കുന്നില്ല. ഇനി നേരെ തിരൂർ പോയിട്ട് അവിടുന്ന് രണ്ടുപേരും 2 ബസ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകും. അപ്പോൾ എന്തായാലും ഇനി വീഡിയോസൊന്നും എടുക്കാനില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ആക്കാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ബൈ ബൈ.